ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഈശോനെ പറ്റി പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങനെയാ തുടങ്ങേണ്ടത്? ഈശോപ്പനോട് പ്രാർത്ഥിച്ചിട്ട് വേണമല്ലേ തുടങ്ങാനായിട്ട്. എന്ത് കാര്യവും ഈശോനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കും. എന്നാലേ നമുക്ക് പ്രാർത്ഥിച്ചാലോ? എങ്ങനെയാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് എണീറ്റേ. ഇനി കുഞ്ഞിക്കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചൊല്ലണം കേട്ടോ. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങേ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇന്നേ ഈശോയെ പറ്റി പഠിക്കാൻ വന്നേക്കുകയാണ്. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം ഈശോയെ. ആമീൻ. ഇനി കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് കണ്ണു തുറന്നേ. ഇനി നമുക്ക് എല്ലാവരും കേൾക്കേ, വീട്ടിലുള്ള എല്ലാവരും കേൾക്കേ, ഒന്ന് സ്തുതി പറഞ്ഞാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നേ നമ്മൾ ഏത് പാഠമാണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? എന്തോ അതേ 2-3 പേർക്കൊക്കെ അറിയാല്ലേ. നമ്മൾ ഇന്ന് 8ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഈശോയുടെ അമ്മ നമ്മുടെയും. ടീച്ചറിന്റെ കൂടെ ഒന്ന് പറയാമോ? ഈശോയുടെ അമ്മ നമ്മുടെയും. നിങ്ങളെ കുഞ്ഞു പാവകളായിരുന്നപ്പോ നിങ്ങളെ പാലൂട്ടി താരാട്ടുപാട്ട് പാടി വളർത്തിയത് ആരാണ്? അമ്മയാണെന്നോ? ശരിയാണ്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ഉണരാനായിട്ട് വൈകുമ്പോഴേക്കും എടാ ഇബർമോനെ എണീക്കടാ, ക്രിസ്റ്റീന മോളെ എണീക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ എണീപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് സുന്ദരന്മാരും സുന്ദരി കുട്ടികളാക്കുന്നത് ആരാണ്? അമ്മയാണല്ലേ. ആ അമ്മനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാലേ അമ്മനോട് നമ്മൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഇല്ലല്ലേ. എന്നാ നമുക്ക് ഇപ്പൊ പറഞ്ഞാലോ? നിങ്ങൾ അമ്മച്ചിനൊന്ന് വിളിച്ചേ. അമ്മച്ചിയെ ഇങ്ങ് വരാൻ പറഞ്ഞേ. എന്നിട്ട് എന്താ പറയണ്ടേന്നറിയാമോ? അമ്മച്ചിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഐ ലവ് യു അമ്മച്ചി ഒന്ന് പറഞ്ഞേ. നാണിച്ച് നിൽക്കുന്ന എന്തിനാ? നമ്മുടെ അമ്മച്ചിയല്ലേ എന്ന് പറഞ്ഞേ. അമ്മച്ചി, എനിക്ക് അമ്മച്ചിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ചേടാ, നമ്മളിതേ അമ്മച്ചിന് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഒരാളവിടെ സങ്കടപ്പെട്ടിരിക്കുന്നതുണ്ടോ? നമുക്ക് അപ്പച്ചനോടും പറയാല്ലേ. അപ്പച്ചാ, എനിക്ക് അപ്പച്ചനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഐ ലവ് യു അപ്പച്ചാ. നമുക്ക് വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങളാ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ചെയ്തു തരുന്നത്. അവരോട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കുഞ്ഞു കോഴികളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിട്ടുള്ളേ? വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാറുണ്ടല്ലേ. പിന്നെ എവിടെയാ? ചിലപ്പോ വീട്ടിൽ കാണാറുണ്ടല്ലേ. വീട്ടിൽ കോഴികളെയൊക്കെ വളർത്തുകയാണെങ്കിൽ അവിടെയും നമ്മൾ കുഞ്ഞു കോഴികളെ കാണാറുണ്ടല്ലേ. കുഞ്ഞു കോഴികൾ കഥ പറഞ്ഞു തരട്ടെ ടീച്ചർ. കഥ ഇഷ്ടമാണോ? കഥ ഇഷ്ടമല്ലാത്ത ആരാണല്ലേ ഉള്ളത്? എന്നാലേ ടീച്ചർ കഥ പറയാൻ പോവാണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിടത്ത് ഒരു അമ്മ കോഴി ഉണ്ടായിരുന്നു. ചേടാ, ഈ ടീച്ചർ കുഞ്ഞുകോഴിയുടെ കഥ പറയാന്ന് പറഞ്ഞിട്ട് അമ്മക്കോഴിനെ പറ്റിയാണോ പറയുന്നേ? അങ്ങനെയാണോ ചിന്തിക്കുന്നേ? പറഞ്ഞു തരാം കേട്ടോ. ഒരിടത്ത് ഒരു അമ്മക്കോഴി ഉണ്ടായിരുന്നു. ഈ അമ്മക്കോഴിക്ക് 5 കുഞ്ഞുകോഴികൾ ഉണ്ടായിരുന്നു. എത്ര കുഞ്ഞുകോഴികളാ? 5 കുഞ്ഞുകോഴികൾ. ഒരു ദിവസം രാവിലെ ഈ അമ്മക്കോഴി കുഞ്ഞുകോഴികൾക്കുള്ള ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു. അപ്പൊ താഴെയുള്ള അരിമണികളും നെൽമണികളും പയറുമണികളൊക്കെ ഇങ്ങനെ കൊത്തി അമ്മ എടുക്കുവാണേ. അപ്പോഴേക്കും താഴെ എന്തിൻ്റെയോ ഒരു നിഴലാട്ടം. അപ്പൊ അമ്മ പയ്യെ തലയിങ്ങനെ ഉയർത്തി നോക്കി. അപ്പൊ താണ്ടി ഒരു വലിയ പരുന്തിങ്ങനെ പറന്ന് വരികയാണ്. അമ്മയാണെങ്കിൽ നോക്കുമ്പോഴേക്കും വളരെ ശ്രദ്ധയോടെ എന്തിനെയോ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് പറന്ന് വരികയാണ്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി, ഈ പരുന്തിന്റെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് വരുന്നതാണെന്ന്. അപ്പൊ ഈ അമ്മക്കോഴി എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ചിറകുകൾ ഇങ്ങനെ ചിറക് വിടർത്തിയപ്പോഴേക്കും കുഞ്ഞുകോഴികൾക്ക് മനസ്സിലായി എന്തോ ആപത്ത് വരുന്നതുകൊണ്ടാണ് അമ്മക്കോഴി തൻ്റെ ചിറക് വിടർത്തിയെന്ന്. കുഞ്ഞുകോഴികൾ എന്ത് ചെയ്തു? ഉടനെ തന്നെ അമ്മയുടെ ചിറകിന്റെ കീഴിലേക്ക് ഇങ്ങനെ വന്നങ്ങിരുന്നു, പാത്തിരുന്നു. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ചിറക് കുറച്ചുകൂടി തന്നിലേക്ക് അടുപ്പിച്ച് കുഞ്ഞുകോഴികളെ ചേർത്ത് പിടിച്ചു. ഇതുപോലെ ആപത്തുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന അമ്മയെ പറ്റിയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അമ്മക്കോഴി കുഞ്ഞിക്കോഴികളെ പരുന്തിൽ നിന്ന് എങ്ങനെയാണോ സംരക്ഷിച്ചത്, അതുപോലെ ആപത്തുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന അമ്മ ആരാണെന്ന് അറിയാമോ? ആരാണ്?
ആ, പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയം എന്നുള്ളത് നമ്മുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഈശോയുടെ മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവന്റെയും അമ്മയാണ്. ഒന്നും കൂടി പറയാമോ? പരിശുദ്ധ മറിയം ഈ ലോകത്തിന്റെ മുഴുവനും അമ്മയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ? നമ്മൾ എത്രാമത്തെ പാഠമായിരുന്നു പഠിച്ചത്? 8ാമത്തെ പാഠം അല്ലേ? എത്രാമത്തെ പാഠമായിരുന്നു? 8ാമത്തെ പാഠം. പാഠത്തിന്റെ പേരെന്തായിരുന്നു? ഈശോയുടെ അമ്മ നമ്മുടെയും. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, ഈശോയുടെ അമ്മ നമ്മുടെയും. പിന്നെ ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളെ പാലൂട്ടി താരാട്ട് പാട്ട് പാടി വളർത്തുന്നത് നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞു. പിന്നെയോ എന്തുവാ? നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞു. പിന്നെയോ ഒരു കഥ പറഞ്ഞല്ലേ നമ്മള്? ആരുടെ കഥയായിരുന്നു? ആരുടെ കഥയായിരുന്നു? കുഞ്ഞിക്കോഴികളുടെ കഥയായിരുന്നു അല്ലേ? കുഞ്ഞിക്കോഴിയെ ആരാണ് രക്ഷിച്ചത്? അമ്മക്കോഴി. അമ്മക്കോഴി എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? പരുന്തിൽ നിന്നല്ലേ? ഈ പരുന്ത് എന്ത് ചെയ്യാനാ വന്നത്? കുഞ്ഞു കോഴികളെ റാഞ്ചിക്കൊണ്ടു പോകാനായിട്ട് വന്നല്ലേ? ഇതുപോലെ നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണെന്നാ ടീച്ചർ പറഞ്ഞത്? പരിശുദ്ധ മറിയം. നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നത് പരിശുദ്ധ മറിയമാണെന്ന് പറഞ്ഞല്ലേ? പരിശുദ്ധ മറിയം ഈ ലോകത്തിന് മുഴുവൻ മാതാവാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പരിശുദ്ധ മറിയത്തിന്റെ സവിശേഷതകൾ അറിയാവോ കുഞ്ഞുങ്ങൾക്ക്? സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകതകൾ. പരിശുദ്ധ മറിയത്തിന്റെ സവിശേഷതകൾ ടീച്ചർ പറഞ്ഞു തരട്ടെ. ദൈവമാതാവാണ്. എന്താണ്? ദൈവമാതാവാണ്. പിന്നെയോ എൻ്റെ അമ്മയാണല്ലേ? അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ്. പിന്നെ ഈ ലോകത്തിന്റെ മാതാവാണ്. ഒന്നുകൂടി പറയാമോ? ദൈവമാതാവാണ്, നമ്മുടെ അമ്മയാണ്, ലോകത്തിന്റെ മാതാവാണ്, അതുപോലെ കത്തോലിക്ക സഭയുടെ മാതാവാണ്. ഒന്ന് പറഞ്ഞേ, കത്തോലിക്ക സഭയുടെ മാതാവാണ്. ഈ സവിശേഷതകൾ ഒന്നും കൂടി പറഞ്ഞാലോ? കൂടെ പറയണം കേട്ടോ. ദൈവത്തിന്റെ മാതാവാണ്, എൻ്റെ അമ്മയാണ്, കത്തോലിക്ക സഭയുടെ മാതാവാണ്, ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ്. എന്നാലേ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? ഈ ആഴ്ച നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ ഒരു ചിത്രം വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കണം. ഇനി വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങളൊരു ചിത്രം വെട്ടിയെടുത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ ഒട്ടിക്കണം. എന്നിട്ട് അതിന്റെ തലക്കെട്ട് എന്ത് കൊടുക്കണം എന്നറിയാമോ? ഈശോയുടെ അമ്മ എന്റെയും. എന്താ തലക്കെട്ട് കൊടുക്കേണ്ടേ? ഈശോയുടെ അമ്മ എന്റെയും. എന്നിട്ട് ഇതിന് മനോഹരമായ നിറങ്ങളൊക്കെ നൽകിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കാമോ? മിടുക്കന്മാരും മിടുക്കിക്കുട്ടികളുമാണേ. നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നമ്മളെ സഹായിച്ച ഈശോപ്പൊക്കെ ഒരു താങ്ക് യു പറയണ്ടേ? എന്നാ വായോ നമുക്ക് താങ്ക് യു പറയാം. എങ്ങനെയാ? കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച്, ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ.